തത്തയെ സർക്കാരും കൊത്തി. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഡിജിപി ലോക്നാഥ് ബെഹ്റയ്ക്കാണ് പകരം ചുമതല. ശിഷ്ടകാലം മറ്റെന്തെങ്കിലും ചെയ്യാനാണ് ആഗ്രഹമെന്ന് ജേക്കബ് തോമസ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായുണ്ടായ വിമർശനമാണ് ജേക്കബ് തോമസിന്റെ സ്ഥാനചലനത്തിന് വഴിവെച്ചത്. വിജിലൻസ് ഡയറക്ടറെ മാറ്റാത്തതെന്തെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഉബൈദ് വാക്കാൽ ആരായുകയും ചെയ്തു. സ്ഥാനമാറ്റത്തിന്റെ സൂചന മുഖ്യമന്ത്രി തന്നെ ജേക്കബ് തോമസിന് നേരിട്ട് നൽകി. സ്ഥാനം മാറ്റുന്നതിന് മുമ്പ് അവധിയിൽ പ്രവേശിക്കാമെന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രി അറിയിച്ചു. തുടർന്ന് ജേക്കബ് തോമസ് നൽകിയ 1 മാസത്തെ അവധി അപേക്ഷ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്കാണ് വിജിലൻസ് ഡയറക്ടറുടെ പകരം ചുമതല. 1 മാസത്തെ അവധിയിലാണ് ജേക്കബ് തോമസ് പ്രവേശിച്ചതെങ്കിലും ഇനി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മടങ്ങിവരാൻ സാധ്യതയില്ല. അവധിയിൽ പ്രവേശിച്ച കാര്യം സ്ഥിരീകരിച്ച ജേക്കബ് തോമസ് ഇനി സർക്കാർ ജോലിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. പ്രതിപക്ഷം ജേക്കബ് തോമസിനെ ആക്രമിച്ചപ്പോഴും പിന്തുണ നൽകിയിരുന്ന മുഖ്യമന്ത്രി കൂടി കോടതി പരാമർശത്തെ തുടർന്ന് വിജിലൻസ് ഡയറക്ടറെ കൈവിടുകയായിരുന്നു. പുതിയ വിജിലൻസ് ഡയറക്ടറുടെ നിയമനം ഉടൻ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിലുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, വിവരാവകാശ പ്രവർത്തകൻ ശ്രീ പായിച്ചിറ നവാസ് എന്നിവരാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ വാർത്ത വരുമ്പോൾ മനസ്സിലേക്ക് വന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബജറ്റ് സമ്മേളനത്തിൽ ഏതാണ്ട് 2 ആഴ്ചയ്ക്കപ്പുറമൊന്നും ആയിട്ടുണ്ടാവില്ല, വളരെ ആർജവത്തോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട, അവിടെ വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസ് തുടരും എന്ന് പ്രതിപക്ഷത്തോട് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞ മുഖ്യമന്ത്രി. മറുഭാഗത്ത് ഈ വാർത്തകൾ വരുമ്പോൾ കാണുന്നത് ചുമതല ലോക്നാഥ് ബെഹ്റയ്ക്ക്. അദ്ദേഹത്തിനാകട്ടെ നിലവിൽ DGP എന്ന നിലയിൽ എടുത്താൽ പൊങ്ങാത്തത്ര പഴികളും പരാതികളും നിലനിൽക്കെ അതിലും വലിയൊരു വകുപ്പ് അതുപോലെ എടുത്ത് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സർക്കാർ ആലോചനയെ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇത് രണ്ടും ഓർപ്പിച്ചു എന്ന് മാത്രം. ശ്രീ ജേക്കബ് ജോർജ്, യഥാർത്ഥത്തിൽ എന്താകാം വേഗത്തിൽ ഇങ്ങനെ ഒരു മനംമാറ്റം സർക്കാരിനുണ്ടാകാൻ കാരണം ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ? നമ്മളെ ഇതിനകത്തെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകും ഇതിനകത്ത് അസാധാരണമായിട്ടൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ ശരത്തെ. കുറച്ച് മാസങ്ങളല്ലേ ആയുള്ളൂ EP ജയരാജൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്തായിട്ട്. ആരായിരുന്നു EP ജയരാജൻ? ആരായിരുന്നു EP ജയരാജൻ പിണറായി വിജയന്? കണ്ണൂരിൽ നിന്നുള്ള 2 പേരാണ്, പിണറായി വിജയനും EP ജയരാജനും. EP ജയരാജൻ കണ്ണൂരിലെ CPMന്റെ കരളായിരുന്നു. മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത ആളായിരുന്നു EP ജയരാജൻ. ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ സ്ഥാനം തെറിച്ചേ മുഖ്യമന്ത്രിക്ക് യാതൊരു ഒരു 2 ചിന്ത ഉണ്ടായില്ലല്ലോ ആ കാര്യത്തിൽ. അത് അത്രയ്ക്ക് അടുപ്പം വല്ലതും ഉണ്ടോ ജേക്കബ് തോമസ്? ജേക്കബ് തോമസ് വിചാരിച്ചിട്ടുണ്ടാവും ഇതാ മുഖ്യമന്ത്രി എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. തീർച്ചയായും അങ്ങനെ ആജീവനാന്ത പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിൽ മഠയത്തരം കാണേണ്ടത് ജേക്കബ് തോമസിലാണ്. അങ്ങനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ പിണറായി വിജയനിൽ നമ്മൾക്കും കാണാനാകില്ല. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ, പക്ഷെ അതിലൊരു അത്ഭുതകരമായിട്ടുള്ളത്, ഞാൻ പറഞ്ഞ പോലെ ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 1 ആഴ്ചക്ക് അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിലാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആ കട്ടിൽ കണ്ടിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചത് അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അങ്ങനെ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടാകാം എന്ന ചോദ്യത്തിലേക്ക് കൂടുതൽ ശക്തമായി നമ്മൾക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അന്നത്തെ ആ ഉറച്ച നിലപാടും പിന്തുണയും തന്നെയായിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒന്ന് കാണാം ശ്രീ ജേക്കബ് ജോർജ്. ജേക്കബ് തോമസ് ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ആ കട്ടിൽ കണ്ട് പനിക്കണ്ടെന്നാണ്. ഒടുവിൽ മുഖ്യമന്ത്രിയും അങ്ങനെ കട്ടിൽ കണ്ട് പനിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊപ്പം ചേർന്നു. അതെ ശരത്തെ, രാഷ്ട്രീയം അങ്ങനെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയം നന്നായിട്ടറിയാം. ജേക്കബ് തോമസിനെ പക്ഷേ രാഷ്ട്രീയം അത്ര കണ്ട് അറിയത്തില്ല. പക്ഷെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതിൽ താങ്കളുടെ ഒരു അനുമാനം ഞാൻ പറയാം. ജേക്കബ് തോമസിനെ എന്ത് സുരക്ഷിതമായ ഒരു സ്ഥാനമാണ് ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്? അദ്ദേഹത്തിന്റെ വിജിലൻസ് ഡയറക്ടറാക്കി. UDF ഉണ്ടല്ലോ, അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നില്ലേ? അതിൽ നിന്നൊക്കെ മാറ്റി ഇതാ ജേക്കബ് തോമസിനെ ഞാൻ ഇതാ കൊണ്ടുവരുന്നു. കൈ പിടിച്ചുയർത്തി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരുത്തി. അവിടെ നിന്ന് അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു UDF ചെയ്തത്. എന്നിട്ട് അവിടെ കൊണ്ടിരുത്തിയെന്ന് മാത്രമല്ല, അവസാനം വരെ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്നുള്ള പ്രസ്താവന നടത്തിയ ദിവസം വരെ 2 ആഴ്ച മുമ്പ്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്. അന്ന് വരെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ പുകഴ്ത്തിയിരുന്ന മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും ഏതാണ്ട് 2 ആഴ്ചക്കുള്ളിൽ
ഇങ്ങനെയൊരു പുറത്താക്കൽ, കൈയൊഴിയൽ എന്തുകൊണ്ടാകാം? ഒരു കാരണമല്ല, ഒരു കാരണം കൊണ്ടല്ല. ഇത് തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ജേക്കബ് തോമസ് നടത്തിയ അന്വേഷണങ്ങൾ, എവിടെ എത്തിയ അന്വേഷണങ്ങൾ. പക്ഷെ അതിനെയൊക്കെ പിന്തുണയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. അല്ല, മുഖ്യമന്ത്രി തീർച്ചയായിട്ടും സഭയ്ക്കകത്ത് വിജിലൻസ് ഡയറക്ടറുടെ നടപടികളെ പുകഴ്ത്തിയിട്ടും പിന്തുണച്ചിട്ട് തീർച്ചയായിട്ടും. പക്ഷേ എത്ര കാലം, എത്ര കണ്ട് പിന്തുണയ്ക്കും ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെ? മുഖ്യമന്ത്രി അങ്ങേയറ്റം ശ്രമിച്ചു. പക്ഷേ ഏറ്റവും അവസാനം ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ വളഞ്ഞു നിന്ന് ആക്രമിച്ചു. അതിന് കാരണമുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമഫലമായിട്ട് ധാരാളം കണ്ടെത്തി. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ശരത്തെ, ജിഷ വധക്കേസ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഏറുന്ന ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന വധം UDF-നെതിരെയുള്ള പ്രചാരണത്തിലൊരു പ്രധാന അതിലൊരു വലിയ അതൃപ്തി മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെ നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് റീസൺ, പെട്ടെന്നുണ്ടായ ഒരു കാരണം അതാണ് എന്ന് പറയാം. ഞാൻ പൈച്ചർ നവാസ്, പക്ഷെ ഇതിനിടയിൽ ആർക്കും വിസ്മരിക്കാനാവാത്ത നിരന്തര വിമർശനങ്ങൾ വിജിലൻസ് ഡയറക്ടർ ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെ നിലയ്ക്ക്? പരിധി വിടുന്നു, നിശ്ചലാവസ്ഥയിൽ വിജിലൻസ് എന്ന നിലയ്ക്ക് അന്വേഷണ രീതികളെ പല നിലയ്ക്കും വിമർശിക്കുന്നു. എന്താ മാറ്റിക്കൂടെ എന്ന നിലയിൽ സർക്കാരിനോട് കോടതി ചോദിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന്. അതിനോട് പ്രതികരിക്കാതെ ഒരു സർക്കാരിന് പോകാനാവില്ല. അങ്ങനെ പ്രതികരിച്ചാൽ ആ വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന ജേക്കബ് തോമസിനെ മാറ്റുകയല്ലാതെ ഒരു സർക്കാരിന് മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. മുമ്പ് ശ്രീ പിണറായി വിജയൻ സഭയിൽ പറഞ്ഞതിന് ശേഷം സംഭവിച്ചതാണ് ഇക്കാര്യങ്ങളാകെ. ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞ ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട്, ജിഷ കേസുമായി ബന്ധപ്പെട്ട അടക്കം, ഇതാണ് ഇതിന്റെ ഒരു സാഹചര്യമെങ്കിൽ കസേര തെറിക്കുന്നതിൽ അത്ഭുതമില്ല. ഓക്കെ, സമ്മതിക്കുന്നുണ്ട്. ജേക്കബ് ജോർജ് സാർ പറഞ്ഞത് കണ്ണൂരിന്റെ ഹൃദയം, സഖാവ് പിണറായി വിജയന്റെ മനം സൂക്ഷിപ്പുകാരൻ EP ജയരാജൻ രാജിവെച്ചു. EP ജയരാജൻ രാജിവെക്കാനുണ്ടായ കാര്യം എന്താ? EP ജയരാജനെതിരെ FIR വന്നതിന്റെ പേരിൽ, ഒരു കേസ് വന്നതിന്റെ പേരിലാണ് രാജിവെക്കേണ്ടതെന്നത്. അല്ലാതെ EP ജയരാജൻ ഏതെങ്കിലും കോടതി പരാമർശം വന്നുകൊണ്ട് രാജിവെക്കേണ്ടി വന്നല്ല. ഒരു കേസ് വന്നു, അതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കണം, നിങ്ങൾ ഉൾപ്പെടുന്ന ന്യൂസ് 18 ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകര് ഇന്ന് വൈകിട്ട് 5 മണി വരെയും ഇതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചിട്ടില്ല. വാർത്ത വന്നല്ലേ? അതെ, വാർത്ത വന്നത് 4:45. വാർത്തയാണ്, അല്ലാതെ വാർത്ത ഉണ്ടാക്കുകയല്ല വേണ്ടത്. വാർത്തകൾ വരുമ്പോൾ അതിന്റെ കഷ്ടപ്പാട് നമ്മൾ വേറെ തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഇത് ഒരു മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനമോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായിട്ട് എടുത്ത തീരുമാനമോ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായി എടുത്ത തീരുമാനമോ ഒന്നുമല്ല ഇത്. പിന്നെ 4:45 ഇന്ന് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന SM വിജയാനന്ദ് ചില പത്രമാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എന്റെ ഈ സർവീസിനിടയിൽ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയത്തില്ല, എന്റെ സർവീസിനിടയിൽ IAS ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഒരു വിമർശനം ഏറ്റുവാങ്ങിയത് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആണ് എന്നുള്ളൊരു പരാമർശമുണ്ടായി. അതിനുശേഷമാണ് ഈ വാർത്ത വരുന്നത്. പിന്നെ ഹൈക്കോടതി പരാമർശമുണ്ടായി എന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നു. വരട്ടെ പൈച്ചർ നവാസ്, അതവിടെ നിൽക്കട്ടെ. ഇന്ന് 4-5 മണിക്കാണ് ഈ വാർത്ത വരുന്നത് എന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ. 4:45 പിരിഞ്ഞു പോകുന്ന ചീഫ് സെക്രട്ടറിയുടെ ഒരു പരാമർശത്തില് സംശയാസ്പദമായ സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ അപ്പോഴും കാര്യം വ്യക്തമാകുന്നില്ല. എന്ന് വെച്ചാൽ പൈച്ചർ നവാസ് വിചാരിക്കുന്നത് എന്താണ്? എവിടെയാണ് ഈ നിലയിലൊരു മാറ്റം വന്നത്? ഈ നിലയിലൊരു മാറ്റം വരാൻ കാരണം ഡിസംബർ, അതായത് ഈ 2016 ഡിസംബർ വരെയും വിജിലൻസിന്റെ അധികാരമുള്ള കോടതി എന്ന് പറയുന്നത് കോടതിയിലേക്കല്ല ഞാൻ ചോദിച്ചത്. പൈച്ചർ നവാസ്, ഇന്ന് വൈകുന്നേരം ഇക്കാര്യത്തിൽ പൊടുന്നനവേ സംഭവിച്ചിട്ടുള്ളത് എന്താകാം? കാരണം താങ്കൾ പറഞ്ഞു ഇത് പ്രധാനപ്പെട്ട ഒരു തലങ്ങളിലും ചർച്ച ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ 5 മണിയോടെ അപ്രതീക്ഷിതമായി ഇത് വാർത്തയായി പുറത്തു വരുന്നു. വളരെ പെട്ടെന്ന് 4:45 4:30 ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുവെന്നോ, ജേക്കബ് തോമസിനെ മാറ്റാൻ പോണെന്നോ, അല്ലെങ്കിൽ ജേക്കബ് തോമസ് രാജിവെക്കാൻ പോണെന്നോ, സ്വയം ഒഴിയാൻ 10 മിനിറ്റ് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥന് ജേക്കബ് തോമസിനോട് ഇഷ്ടമുണ്ടോ? അതായത് SM വിജയാനന്ദിന് പാരിതോഷികമായിട്ട് സർക്കാർ കൊടുത്ത സംഭാവനയാണിത്. പിരിഞ്ഞു പോകുന്ന സർക്കാരിനോട് എന്ത് വിധേയത്വത്തിനാണ്? എന്താണ് എന്ത് വിധേയത്വമാണ്? ഈ ലോജിക്ക് എന്ന് പറയുന്നത്, ബാക്കിയുള്ള IAS ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിനോട് കൂറുവേണം. ബാക്കിയുള്ള ഇനിയുള്ള ഭരണമെങ്കിലും സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകണം. അത് താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ വരാൻ പോകുന്ന ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്ന ഒരു ഊർജ്ജമാണെന്ന് പറഞ്ഞാൽ പോലും കുറച്ചുകൂടി അതിനൊരു യുക്തി ഉണ്ടാകുമായിരുന്നു. പിരിഞ്ഞു പോകുന്ന ചീഫ് സെക്രട്ടറി, ആ ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യങ്ങളിൽ സർക്കാരിനുണ്ടായിരുന്ന അതൃപ്തിയും അലോഹ്യവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. അപ്പോൾ പിന്നെ ആ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന് പിടിച്ചൊരു തീരുമാനമായി പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു യുക്തി മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളത്. ജേക്കബ് തോമസ് സാറും നാളെ ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്ന നളിനി നെറ്റവും മേഡവും തമ്മിൽ
വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് എന്നൊരു വാർത്തയുണ്ട് ഇവിടെ. അപ്പൊ ആ വാർത്തയ്ക്ക് ആക്കം കൂട്ടാതിരിക്കാൻ സർക്കാർ എടുത്തൊരു തീരുമാനം. മറിച്ച് പിന്നെ നമ്മൾ ചിന്തിക്കണം, ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ജേക്കബ് തോമസ് സാറ് ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ വഴിവിട്ട് ഇടപെട്ടത് കൊണ്ടോ, ഏതെങ്കിലും ഒരു കീഴുദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ടോ, ഏതെങ്കിലും ഒരു സർക്കാരിനെ വെട്ടിവീഴ്ത്താൻ തയ്യാറായത് കൊണ്ടോ ജിഷ കേസിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ കൊടുത്ത ഒരു പരാതിയിലല്ല ജിഷ കേസിൽ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സർക്കാർ കൊടുത്ത റിപ്പോർട്ട്, സർക്കാരിന് പരാതി കിട്ടി, ആ സർക്കാർ പരാതി ജേക്കബ് തോമസിന് കൈമാറി. അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും കീഴുദ്യോഗസ്ഥനെ കൊണ്ട് ഒരു പരാതി എഴുതിപ്പിച്ചിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതല്ല. ഏതായാലും ഒരു കാര്യം, വിജിലൻസ് ഡയറക്ടറായി അദ്ദേഹം ഇരിക്കെ സർവത്ര പരാതികളാണ് എന്നുള്ളൊരു പ്രശ്നം. ശ്രീ ജേക്കബ് ജോർജ്, പൈച്ചർ നവാസ് പറഞ്ഞ ഇന്ന് വൈകുന്നേരം തിരക്കിട്ടെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന് പിന്നിലെ ആലോചന എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ ചക്കളത്തി പോരാട്ടമാണ്, IASകാരുടെ ഇടയിലെ കുടിപ്പകയാണ്, അത്രമേൽ തള്ളിക്കളയാവുന്നതുമല്ല. അതെ, അതിനകത്തൊരു ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശരത്തെ. കാരണം ഇന്ന് ചീഫ് സെക്രട്ടറി ഇന്ന് വൈകുന്നേരം പിരിഞ്ഞു. അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം നാളെ കൂടെ ഉണ്ട്, തിങ്കളാഴ്ച യാത്രയപ്പൊക്കെയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് പോകുന്ന പോക്കിൽ ഇതാ ഇരിക്കട്ടെ, ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞു ഒന്നും കേട്ടില്ല മുഖ്യമന്ത്രി എന്ന് പറയുകയും അദ്ദേഹം പോകുന്ന പോക്കില്ല. അപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പിരിഞ്ഞു പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ പ്രീണിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ട് ഒരു ഗവൺമെന്റിന് നേടാൻ അതിനകത്ത് എന്തെങ്കിലും യുക്തിയുണ്ടോ? നമ്മൾ മറ്റു കാര്യം മനസ്സിലാക്കണം. കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജഡ്ജിയെ ചെരിപ്പറിഞ്ഞത്. ഇന്ന് കേരളത്തിന്റെ ഒരു കോടതിയിൽ ഒരു ജഡ്ജിയെ ചെരിപ്പറിഞ്ഞിരിക്കുകയാണ്. ഈ ജഡ്ജി എന്ന് പറയുന്നത് ആരാണ്? ഹൈക്കോടതിയിൽ ഇത്രയും പരാമർശങ്ങൾ നടത്താൻ ഒരു ഓർഡറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നില്ല. ഹൈക്കോടതി പരാമർശം നടത്തിയപ്പോൾ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസറും ഗവൺമെന്റ് പ്ലീഡറും അവിടെ ഒരു കാഴ്ചക്കാരനായി നിൽക്കുകയാണ് കോടതിയിൽ. അല്ലെങ്കിൽ ആ ജഡ്ജിയോട് പറയണം, സർ ജേക്കബ് തോമസിന് ഒരു പരാതി കിട്ടിയിട്ടില്ല, ഇന്ന് മൂവാറ്റുപുഴ കോടതി ഇന്നലെ ഒരു കേസ് തള്ളി. അപ്പൊ ജേക്കബ് തോമസിനെതിരെ പരാതികൾ കിട്ടിയാൽ അതിൽ കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കും. മൂവാറ്റുപുഴ കോടതി കേസ് ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലെ ഗൂഢാലോചന, പൈസനവാസ് പറയുന്ന ഒന്ന്. രണ്ട്, കോടതി കേന്ദ്രീകരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഈ പരാമർശങ്ങൾ ഉണ്ടാകുന്നതടക്കം ജേക്കബ് തോമസിന് നേരെ ഹൈക്കോടതി പരാമർശമല്ല, ഉബൈദ് എന്ന് പറഞ്ഞ ജഡ്ജിയുടെ പരാമർശമാണ്. അവിടെ ഹൈക്കോടതി കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ജേക്കബ് തോമസ് പലതും പിന്നാലെ പറയാമെന്ന് ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഹൈക്കോടതിയിലെ എറണാകുളം ഹൈക്കോടതിയിലെ ഉബൈദ് എന്ന് പറയുന്ന ജഡ്ജിയുടെ ബെഞ്ചിൽ ചില ഗൂഢാലോചന നടക്കുന്നുണ്ട്. കാരണം കെ ബാബുവിന്റെ കേസിൽ ഈ ഉബൈദിന്റെ ബെഞ്ചിലായിരുന്നു. ഈ ഉബൈദ് എന്ന് പറഞ്ഞ ജഡ്ജി തൃശൂർ വിജിലൻസ് കോടതിയിലെ ജഡ്ജിയെ, ഇതെന്ത് ജഡ്ജിയാണ്, ഇത് എവിടുത്തെ ജഡ്ജിയാണെന്ന് വാസൻ, നിങ്ങൾക്കറിയാമല്ലോ, വാസൻ അദ്ദേഹം രാജിവെച്ച് പോകാൻ തയ്യാറായതാ. പിന്നെ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരുടെ ഇടപെട്ടാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജഡ്ജിക്കെതിരെ പോലും പരാമർശം നടത്തി വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു ജഡ്ജിക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത്? ഇവിടെ വിജിലൻസ് അങ്ങനെ കത്തിക്കയറി നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ബഹുമാന്യരായ ജഡ്ജിമാർക്ക് അത്തരം പരാമർശങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിൽ അപാകതയില്ല. രണ്ട്, ആ വാക്കാൽ പരാമർശങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് വാർത്തകൾ പോലും ആക്കരുത് എന്ന നിലയിലാണ് അക്കാര്യത്തിലുള്ള മാധ്യമ നിർദ്ദേശം പോലും. അതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരം വാക്കാൽ നിരീക്ഷണങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലാണെങ്കിൽ ഈ ഒരൊറ്റ കേസിലും ജേക്കബ് തോമസിനെതിരെ കോടതിയുടെ വാക്കാൽ പരാമർശങ്ങളല്ലേ ഉള്ളൂ, ഉത്തരവുകളില്ല. പിന്നെ എന്തിന് കോടതിയെ പഴിക്കണം? ഒരു കേസ് കേൾക്കുമ്പോൾ അതേക്കുറിച്ച് പരാമർശിക്കുന്നത് മനുഷ്യ സഹജമാണ്, ജഡ്ജിമാർക്ക് അതിനുള്ള അവകാശവുമുണ്ട്. അവിടെ തന്നെയാണ് കാര്യം ശരത്. അങ്ങനെ പരാമർശം ഉണ്ടാകുമ്പോൾ ആ പരാമർശത്തിനെതിരെ ഈ പരാമർശം നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസറോ ഗവൺമെന്റിന്റെ പ്ലീഡറോ എന്തുകൊണ്ട് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തില്ല? നിങ്ങൾ സർക്കാരിനെയാണ് പഴിക്കേണ്ടത്, അല്ലാതെ ജഡ്ജിയല്ല. അതാണ് പറയുന്നത്. നമ്മൾ ചർച്ച നടത്തുമ്പോഴേ നമ്മുടെ ജഡ്ജിമാരോ അവരുടെ വക്താക്കളോ ഒന്നും നമ്മളോട് ഒരിക്കലും ചർച്ചയുടെ ഭാഗമായി വരേണ്ടത്. അതുകൊണ്ട് ഒരു കോടതി വിധിയെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ വിമർശിക്കാം, അതിനെ അങ്ങേയറ്റം നിശിതമായിട്ട് വിമർശിക്കാം. പക്ഷെ ജഡ്ജിയെ വിമർശിക്കുന്നത് ശരിയല്ല. അത് പ്രത്യേകം ഉബൈദ്, ഹൈക്കോടതി ജഡ്ജിമാർ, പ്രത്യേകിച്ച് ജസ്റ്റിസ് ഉബൈദ് വളരെ നീതിമാനായ ഒരു ജഡ്ജാണ്. അദ്ദേഹത്തിന്റേതായ ന്യായീകരണങ്ങൾ കാണും. ജേക്കബ് തോമസിനെതിരെ കാര്യങ്ങൾ പരാമർശിക്കുകയോ വിധി എഴുതുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്തൊക്കെ രേഖകളുണ്ടെന്ന് അറിയില്ലല്ലോ. ജേക്കബ് ജോർജ് സാറിന് മാധ്യമത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്ന മാത്രമേ അറിയൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ ഞാൻ പോയി 2 കേസുമായി ബന്ധപ്പെട്ട് പോയി ആ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി എന്റെ ആ കേസിന്റെ രേഖ നോക്കാൻ പോയപ്പോ പറയുകയാണ്,
യാതൊരു ബന്ധവുമില്ല. ശങ്കർ റെഡ്ഡി സാറിന്റെ കേസുമായി ആ കേസിന് യാതൊരു ബന്ധവുമില്ല. ആ ഫയലും ഉബൈദ് സാറിന്റെ ബെഞ്ചിലേക്ക് പോയിരിക്കും. ഏതായാലും വളരെ വേഗത്തിൽ സതീശൻ, വി.ഡി. സതീശൻ, KPCC വൈസ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇന്ന് ഞങ്ങളോട് പ്രതികരിച്ചത് ഒരല്പം വേഗത്തിൽ കേട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വേഗത്തിൽ വരാം. സതീശൻ പറഞ്ഞതൊന്ന് കേൾക്കാം. ഇത് ഒരു ഗവൺമെന്റിന്റെ വിവേചന അധികാരമാണ് ഒരു വിജിലൻസ് ഡയറക്ടറെ നിയമിക്കുന്നതും വിജിലൻസ് ഡയറക്ടറെ നീക്കം ചെയ്യുന്നതും. ഇവിടെ ഈ കേസിൽ എന്താ ഉണ്ടായത്? ഈ കേസിൽ നിരന്തരമായി സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന സ്ഥിതി വന്നു. ഹൈക്കോടതിയുടെ തുടർച്ചയായ പരാമർശങ്ങൾ വന്നു. വിജിലൻസിന്റെ നടപടിക്രമങ്ങൾ, വിജിലൻസിന്റെ അധികാരപരിധിക്ക് പുറത്തേക്ക് പോകുന്നത്. സംസ്ഥാനത്തെ ഭരണരംഗം തന്നെ നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് വന്നു. എല്ലാവർക്കും എതിരെ പരാതികളാണ്. ചീഫ് സെക്രട്ടറിക്കെതിരായി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കെതിരായി, സെക്രട്ടറിമാർക്കെതിരായി, DGP റാങ്കിലുള്ള ആളുകൾക്ക്, അഡീഷണൽ DGP റാങ്കിലുള്ളവർക്കെതിരായി വ്യാപകമായ പരാതികളാണ്. അപ്പൊ വൈരാഗ്യം തീർക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. വരിയിലൂടെ പോകുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ വരെ പ്രയോജനപ്പെടുത്തി വിജിലൻസ് കോടതികളിൽ കേസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. തീർച്ചയായും ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് പായ്ചർണവാസ്, ഇതാണ് ഇതിലെ ഒരു ഇതൊക്കെ ഉണ്ടായ ആക്ഷേപങ്ങൾ ശക്തമായപ്പോഴും സർക്കാർ ജേക്കബ് തോമസിനെ പിന്തുണച്ചിരുന്നു. പക്ഷേ കോടതികളിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ വരുന്നു, അത്തരം പൊതുബോധം രൂപപ്പെടുന്നു, കേസുകളിൽ റിസൾട്ടുകൾ ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഒരു ചാർജ് ഷീറ്റ് പോലെയാണ് സതീശൻ ഓരോന്നായി അക്കമിട്ട് നിരത്തുന്നത്. അപ്പോൾ പിന്നെ സർക്കാരിന്റെ വിവേചനാധികാരം പ്രയോഗിച്ചാൽ അതിനോട് പൊരുത്തപ്പെടേണ്ടതല്ലേ ഉദ്യോഗസ്ഥന്റെ ബാധ്യത? പൊരുത്തപ്പെടണം. TP സെൻകുമാറിന്റെ സംഭവത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? വി.ഡി. സതീശൻ പറഞ്ഞത് സർക്കാരിന്റെ വിവേചനാധികാരം. അതേ വിവേചനാധികാരം വെച്ചാണ് TP സെൻകുമാറിനെ മാറ്റിയത്. അതാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് മൊത്തം ചോദിച്ചേക്കുന്നത്. അതുപോലെ നാളെ ഒരാൾ കോടതിയിൽ ജേക്കബ് തോമസ് സാറിനെ മാറ്റിയതിന്റെ കാര്യം ചോദിച്ചിട്ട് ആരെങ്കിലും കോടതിയിൽ പോയാലേ ഈ രേഖകളെല്ലാം അവിടെ എത്തിക്കേണ്ടി വരും. ഏതായാലും പായ്ചർണവാസിനെ പ്രതീക്ഷിക്കാമോ കോടതിയിൽ? ഉറപ്പായിട്ട് ഞാൻ പോകും. ജേക്കബ് തോമസ് അദ്ദേഹത്തിന് ഈ കൃത്യസാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ നല്ല വിജിലൻസ് ഡയറക്ടറായിട്ട് മാറാമായിരുന്നു. ഈ പതനത്തിന്റെ കാരണം അദ്ദേഹമാണ്, അദ്ദേഹം തന്നെയാണ്, വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ല എനിക്ക്. കാരണം ഈ ഗവൺമെന്റിനെ എത്രയോ, അതായത് അദ്ദേഹത്തിന് കഴിഞ്ഞ UDF സർക്കാരിനെ പഴിച്ചതുപോലെ, വിമർശിച്ചതുപോലെ, അല്ലെങ്കിൽ അതിന്റേതായ ഒരു വലിയ പ്രതിച്ഛായയും അദ്ദേഹത്തിനായി രൂപപ്പെടുത്താൻ കഴിയും. അത്തരം സാഹചര്യം ഇതിലില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? ഇത് അദ്ദേഹം അന്വേഷണമല്ല നടത്തിയത്, അന്വേഷണ ഭീകരതയാണ് നടത്തിയത്. അന്വേഷണം നടത്തി ആൾക്കാരെ പീഡിപ്പിക്കുക, ഞാൻ പറയട്ടെ, പീഡിപ്പിക്കുക, ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക, അങ്ങനെ പത്രത്തിൽ പേരെടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നല്ലാതെ ജേക്കബ് തോമസിന് വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ തകർച്ചയ്ക്ക്, ഇന്നിപ്പോൾ കാണുന്ന ഈ ഗവൺമെന്റ് വളരെ പുറകിൽ പോയതിന് കാരണം ഒരേ ഒരാളെ ഉള്ളൂ, അത് ഡോക്ടർ ജേക്കബ് തോമസ് ആണ്. വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ്, യാതൊരു സംശയമില്ല. നാളെയുടെ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നമ്മുടെ വീടുകളിലേക്ക് മാധ്യമം എത്തും. നാളത്തെ ദിവസം എന്താ? ഏപ്രിൽ 1. ലോകത്തെ വിഡ്ഢികളുടെ ദിനമാണ്. നമുക്ക് കിട്ടുന്ന ഒരു സംഭാവനയാണ്. കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ പാവങ്ങളായ സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു സംഭാവന, ഏപ്രിൽ ഫൂളായിട്ടുള്ള ഒരു സംഭാവനയാണ് നാളത്തെ വാർത്ത. ആര് ഫൂളാകും ശ്രീ ജേക്കബ് ജോർജ്? അല്ല, ഇതേ ഇപ്പൊ നോക്കിയോ, ഇനിയിപ്പോ നോക്കിയോ, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരുന്നത് കണ്ടോ ശരത്തെ? ഞാൻ എത്രയോ തവണ ശരത്തിൽ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ആദ്യം മാധ്യമങ്ങളിൽ തന്നെ തുടങ്ങി വെക്കുന്നത് ന്യൂസ് 18ന്റെ പ്രൈം ഡിബേറ്റ് ആയിരുന്നു. ഈ അന്വേഷണ ഭീകരത എന്ന ആക്ഷേപം പ്രയോഗം പോലും നടത്തിയത് ശരത്തെ. ഇനി നോക്കിയോ, നാളെ മുതൽ പിണറായി വിജയന്റെ 1 നമ്പർ ശത്രു ജേക്കബ് തോമസ് ആയിരിക്കും. ഞാൻ പറയുന്നു, സത്യമായിട്ടും അതാണ് സംഭവിക്കുന്നത്. ഏതായാലും ജേക്കബ് തോമസ് സാറിന്റെ ഏറ്റവും വലിയ ശത്രു സാറായിട്ട് മാറി. സാർ ഏത് ചർച്ചയിൽ ഏത് മുളവിന്റെ മലിനെ കാര്യമെടുത്താലും സാറ് ജേക്കബ് തോമസിനെ അങ്ങ് വിമർശിക്കും. സാധാരണ ഞാൻ പൊതുപ്രവർത്തനല്ല. അല്ല, അതെ അതെ, അതാ പറയുന്നത്. സാധാരണ മുളവിന്റെ മല്ലിയുടെ അരിയുടെയും വില. മുഖ്യമന്ത്രി പിണറായിയേക്കാൾ അദ്ദേഹത്തിന്റെ ശത്രുതാ ലിസ്റ്റിൽ ഒന്നാമത് ജേക്കബ് ജോർജ് ആണെന്ന് ജേക്കബ് തോമസ് വിശ്വസിക്കുന്നു എന്ന് പായ്ചർണവാസ്. അല്ല, ജേക്കബ് തോമസ് വിശ്വസിക്കുന്നതല്ല, ഞാൻ വിശ്വസിക്കുന്നു. തോമസിന്റെ ഏറ്റവും വലിയ ശത്രു ഇദ്ദേഹമാണ്. ഏതായാലും ഇന്ന് എടുക്കുന്ന സർക്കാരിന്റെ ഈ തീരുമാനം വലിയ നിലയ്ക്കുള്ള വലിയ പ്രസ്താവനകൾക്കും വലിയ വിശകലനങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ ഒരുപക്ഷെ മുന്നോട്ട് പോയേക്കാം. അതിന്റെ സൂചനകൾ, അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ ചർച്ചയിലും കണ്ടത്. ഏതായാലും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസ് മാറ്റപ്പെട്ടിരിക്കുന്നു. അവധിയെടുത്തുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നു. പിന്നാലെ പ്രതികരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. സർവീസിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്നതിന്റെ സൂചനയോടുകൂടി അദ്ദേഹം അതൃപ്തിയോടുകൂടി സർവീസിൽ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വളരെയധികം നന്ദി പായ്ചർണവാസ്, ജേക്കബ് ജോർജ് ഞങ്ങളോട് സഹകരിച്ചു. പ്രൈം ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.